ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്ന് റമദാൻ ഡേ 18. സോറി, വീഡിയോ നല്ല ഡിലേ ആണെന്ന് എനിക്കറിയാം. ടൈം കിട്ടിയിട്ടേ ഇല്ല എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും. അങ്ങനെ 18ാമത്തെ നോമ്പിൻ്റെ അത്താഴം ഇവിടെ ആയിരിക്കുകയാണ്. അപ്പം ഇന്ന് നമുക്ക് അത്താഴത്തിന് എന്തൊക്കെയാണല്ലേ നോക്കാം. അത്താഴത്തിന് കഞ്ഞിയും പിന്നെ നെയ്ച്ചോറും ചിക്കൻ കറിയൊക്കെയാണ്. അപ്പം ഇന്ന് ഉമ്മ ഇല്ല കേട്ടോ. ഉമ്മാമ 16ാമത്തെ നോമ്പിൻ്റെ അന്ന് ഉമ്മാമാൻ്റെ വീട്ടിലായിരുന്നു നോമ്പ് തറ. അപ്പോൾ അന്ന് രാത്രി ഉമ്മാമ ചെറുതായിട്ടൊന്ന് വീണിട്ട് അതിൻ്റെ ഷോൾഡർ ഇളകിയിട്ടുള്ളത്. അപ്പോൾ ഉമ്മാമാൻ്റെ അടുത്താണ് ഉള്ളത്. നമ്മൾ മോളെ ഇന്ന് 9ാമത്തെ നോമ്പല്ലേ സീറ. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉമ്മാമക്ക് വേണ്ടി ദുആ ചെയ്യണം. അപ്പം ഡോക്ടർ ഓപ്പറേഷനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ ഇപ്പം ഓപ്പറേഷൻ ഇല്ലാണ്ട് തന്നെ സുഖപ്പെടും എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. നമ്മളെ മോൾക്ക് വാരി കൊടുക്കുന്നുണ്ട്. അതിന് സ്ഥിരം പറഞ്ഞു കുറച്ച് മോള് തന്നു, ബാക്കി നോമ്പായിട്ട് ഇതുവരെ ആബിൻ്റെ വീട്ടിൽ നോമ്പൊറുക്കാൻ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ആബിൻ്റെ വീട്ടിൽ നോമ്പൊറുക്കാൻ പോകുന്ന ദിവസമാണ്. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി നെസ്റ്റോയിൽ വന്നതാണ്. പെട്ടെന്നൊന്ന് ഓടിപ്പോയി പെട്ടെന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി അങ്ങനെ തിരിച്ചു വന്നു. അങ്ങനെ ഞാനെല്ലാം റെഡിയാക്കി ആബിൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഉമ്മാനെ വരുന്ന വഴിക്ക് ഉമ്മാമാൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചിറക്കി. ഉമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഉമ്മാനെ എന്നെ ഉമ്മാമാൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചിറക്കിയിട്ട് ഞാൻ ആബിൻ്റെ വീട്ടിലേക്ക് വന്ന് ഞാനും മക്കളും കൂടി. ഞാൻ ഇത്ര ഡിലേ ആവാറില്ല, എപ്പോഴും ഫസ്റ്റ് നോമ്പിന് തന്നെ വരാറുണ്ടായിരുന്നു. ഈ ഇപ്രാവശ്യം ഭയങ്കര ഡിലേ ആയിപ്പോയി. എത്രയല്ലേ? 9. എൻ്റെ പെങ്ങളെ മക്കളും എൻ്റെ മക്കളും 4 നല്ല ഫ്രണ്ട്സാണ്. അതുകൊണ്ട് തന്നെ അവർ 4 ഒന്നിച്ച് കൂടിയ സന്തോഷത്തിലാണ് അവർ. അത് കഴിഞ്ഞത് ആബി 4 ഇങ്ങനെ കളിപ്പിക്കുന്നുണ്ട്. കളിച്ച് ലാസ്റ്റ് ബാപ്പയും മക്കൾ അടിച്ച് പിരിഞ്ഞെന്നാണ് തോന്നുന്നത്. അങ്ങനെ രാത്രി ഇത് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അങ്ങനെ 18 നോമ്പ് പൂർത്തിയായി. ഞാൻ കാറിലാണ് ഉണ്ടായത്, ആബി ബുള്ളറ്റിലാണ്. അപ്പം ആബി മുന്നിൽ പോകുന്നത്, ഞാൻ ബാക്കിൽ പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.